സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തുടങ്ങിയ പ്രണയം, പിന്നീട് വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചുള്ള വിവാഹം. നിലമ്പൂരിലെ നവദമ്പതികളായ രാജേഷിനും അമൃതയ്ക്കുമിടയിൽ പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത്? വിവാഹം കഴിഞ്ഞ് 3 മാസം തികയും മുൻപേ ഇരുവരും ജീവനൊടുക്കിയതിൽ പല ദുരൂഹതയും സംശയവുമുണ്ട്. രാജേഷിനെയും അമൃതയെയും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ദാമ്പത്യ പ്രശ്നമാണോ കൂട്ട ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങിയ സതീശൻ എന്ന വ്യക്തിയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. സതീശൻ പറയുന്ന പല കാര്യങ്ങളും അന്വേഷണ സംഘം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തത ഉണ്ട് എന്നുള്ളതാണ്. ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് വന്നത് എൻ്റെ സഹോദരൻ ജയദേവൻ സബാസിനുമായിട്ടുള്ള ബന്ധം വല്ലതും അറിയാവോ, അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ, അത് മാത്രമാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തുവിടപാടുണ്ടെന്നും അത് ഇവരവിടെ ഊഹിച്ചെടുത്തെന്ന് എനിക്കറിയില്ല. 2005 മെയ്ക്ക് ശേഷം ബിന്ദു പത്മനാഭൻ ട്രഷറി അക്കൗണ്ടുകൾ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എക്സ് പാർട്ടി വിധിക്ക് ശേഷം ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് കുറച്ചുകൂടി അതിനകത്ത് സംശയാസ്പദമായി തോന്നുന്നത്. ഈ പ്രോപ്പർട്ടി തന്റെ പേരിൽ കിട്ടാനായി താൻ കോടതിയിൽ കെട്ടിവെച്ച തുക, ആ തുക ബിന്ദു കൈപ്പറ്റിയിട്ടുണ്ട്. അതായത് 2010 ശേഷം ബിന്ദു കൈപ്പറ്റിയിട്ടുണ്ടെന്ന നിർണായകമായ വിവരം ഇയാൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. കോട്ടയത്ത് നിന്നുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് വന്നത് എൻ്റെ സഹോദരൻ ജയദേവൻ സബാസിനുമായിട്ടുള്ള ബന്ധം വല്ലതും അറിയാവോ, അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ, അത് മാത്രമാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തുവിടപാടുണ്ടെന്നും അത് ഇവരവിടെ ഊഹിച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല. ഈ സെബാസ്റ്റിനെ അറിയാമോ സതീഷ്? ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ്. പിന്നെ അതൊരു വീട് ദൂരം നല്ല അടുത്തല്ല. പക്ഷേ ബിന്ദു പത്മനാഭന്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കോടതി വഴി നടത്തിയത്. അതെങ്ങനെയായിരുന്നു ആ കച്ചവടം? അത് അവർ വന്ന് എൻ്റെ അടുത്ത് നേരിട്ട് ബിന്ദു സബാസ്റ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ ഇത് വെച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു, എഗ്രിമെൻ്റ് എഴുതിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തരാനൊക്കെ ഇല്ല, വസ്തു കാണണം, വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് അവർ അന്നേരം എൻ്റെ കയ്യിൽ തന്നു. പിറ്റേ ദിവസം പോയി ഇത് കണ്ടു, എഗ്രിമെൻ്റ് എഴുതി. 6 മാസമായിട്ട് ഇവർ വരുന്നില്ല പ്രമാണം. അന്ന് എത്ര രൂപ അഡ്വാൻസ് വാങ്ങി? അന്ന് 1.5 ലക്ഷം. അത് കഴിഞ്ഞ് ബാക്കി കോടതി കെട്ടിവെച്ച് നടത്തി. സെബാസ്റ്റിനോട് ചോദിച്ചില്ലേ ബിന്ദു എവിടെയെന്ന്? കാരണം നിങ്ങളുടെ ഇന്ന് പൈസ വാങ്ങിയിട്ടാണ്. അതിൽ സബാസിനെ ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ബിന്ദു എന്നെ വിളിക്കാൻ കാര്യം. ഞാൻ പറഞ്ഞു ഇതിനെ കൊണ്ടുവന്നത് നീയല്ല, അത് അതെന്നാലാണ് വിളിച്ചത്. ബിന്ദു വിളിച്ച നമ്പർ ഒരു XX എന്നുള്ള അങ്ങനെ കാണിക്കുന്ന ഡിജിറ്റുകൾ കാണിക്കുന്ന അക്ഷരങ്ങൾ കാണിക്കുന്ന ഒരു നമ്പറിൽ നിന്നാണ് തനിക്ക് കോൾ വന്നതെന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പം ഞാൻ ബിന്ദുവിനെ വിളിച്ച ബിന്ദു എടുക്കണില്ല, ബിന്ദു ഫോണിൽ വരുന്നില്ല. സബാസിനോട് പറഞ്ഞ് ബിന്ദു വിളിക്കാം. അപ്പോൾ അവർ വിളിക്കുന്ന ഫോറിൻ നമ്പറാണെന്ന് എനിക്ക് തോന്നുന്നത്. XX എന്നൊക്കെ എഴുതി കാണിക്കണം. ബിന്ദു വിളിക്കുന്നത് എന്നെ വിളിച്ചു പറഞ്ഞ് എന്നോട് പറഞ്ഞ ഭാഷ ഇതാണ്, അഗ്രിമെൻ്റ് എഴുതി തന്നിട്ടുണ്ട്, ഞാൻ വന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ എത്ര നാൾ കോടതിയിൽ കേസ് പറഞ്ഞിട്ടാണ് സ്ഥലം നിങ്ങളുടെ പേരിലാവുന്നത്? അതൊരു 4 വർഷത്തോളം കേസ്. ഈ ബിന്ദു പത്മനാഭൻ തിരോധാനം മാത്രമല്ല സതീശനുമായി ബന്ധപ്പെട്ട സെബാസ്റ്റിനുമായി ഇടകലർന്ന് കിടക്കുന്നത്. മറ്റൊന്ന് സതീശന്റെ സഹോദരനായ ജയദേവന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സംശയം കൂടി ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ട്. സെബാസ്റ്റ്യനുമായി ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു, ചേർത്തലയിലെ ബാറിൽ ഒരുമിച്ചിരുന്ന് തലേദിവസം രാത്രി മദ്യപിച്ചു എന്ന് പറഞ്ഞ ജയദേവനെ പിന്നീട് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. FCI റിട്ടയർഡായ ഉദ്യോഗസ്ഥനല്ലായിരുന്നു? സർവീസിൽ ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത്. എന്താണ് നിങ്ങൾ ആരും അന്വേഷിച്ചില്ലേ? ദുരൂഹത കത്തോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. റെയിൽവേ ട്രാക്കിലാണ് കടന്നു വെച്ച ബോഡി. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.